ഹായ് വ്യൂവേഴ്സ്, ഞാൻ ഡോക്ടർ സ്നേഹ. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ആദ്യത്തെ മാസം മുതൽ 8ാമത്തെ മാസം വരെ പ്രഗ്നൻസിയിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ പറ്റി പറഞ്ഞു. ഇനി 9ാം മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ടൈമിൽ, അതായത് 9ാം മാസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉറക്കക്കുറവൊക്കെ സാധാരണമായിട്ട് കണ്ടുവരാറുണ്ട്. അതായത് വയറ് വികസിക്കുന്നത് കൊണ്ടും അല്ലാതെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉള്ളത് കൊണ്ടും കാലുവേദന അങ്ങനെയൊക്കെയുള്ള പോലുള്ള അസ്വസ്ഥതകളും കൊണ്ടും ഉറക്കക്കുറവ് അമിതമായിട്ട് കാണാറുണ്ട് മിക്ക ആൾക്കാരിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ചിലരിൽ ഉറക്ക ഗുളിക പോലുള്ള പിൽസ് മേടിച്ച് കഴിക്കാറുണ്ട്. പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കുന്നുണ്ട് എങ്കിൽ അത് ഡോക്ടറിൻ്റെ അറിവോട് കൂടി മാത്രം കഴിക്കാൻ ശ്രമിക്കുക, അല്ലാതെ സ്വയമായിട്ടുള്ള ചികിത്സ കഴിക്കരുത്. പിന്നെ ഉള്ളത് ഈ 9ാം മാസം ആകുമ്പോൾ കാലിൽ നീരൊക്കെ വയ്ക്കാൻ ഉള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേദനയും കാല് വേദനയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പിൻ്റെയും ഷുഗർ ലെവലും സോൾട്ടും ഒക്കെ നമ്മൾ ആഹാരത്തിൽ കുറയ്ക്കുക. അതുപോലെ തന്നെ ഈ വണ്ണം വയ്ക്കുന്നത്, അതായത് പ്രഗ്നൻസിയിൽ വണ്ണം വയ്ക്കുന്നത് കൊണ്ടും കാലിന് ഭാഗത്ത് നീരൊക്കെ വയ്ക്കാം. അപ്പോൾ ഇതൊക്കെ സാധാരണമായിട്ട് കണ്ടുവരുന്നതാണ്. എന്നാലും നമ്മൾ ഉപ്പും മധുരമൊക്കെ കുറയ്ക്കുക. പിന്നീടുള്ളത് ഈ സമയത്ത് തന്നെ കാല് കഴപ്പും മസിൽ പിടുത്തമൊക്കെ കൂടുതലായിട്ട് കാണാറുണ്ട്. അതൊന്നും പേടിയായിട്ട് വെക്കണ്ട. അതൊക്കെ നിങ്ങൾ തന്നെ നല്ല രീതിയിൽ കിടന്ന് കറക്റ്റ് ചെയ്ത് ഡോക്ടർ പറയുന്ന രീതിയിൽ കിടക്കുക, കാലൊക്കെ സപ്പോർട്ട് ചെയ്ത് വയ്ക്കുക. അത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം. പിന്നീടുള്ളത് ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കുക. ഈ സമയത്ത് കുഞ്ഞിനും ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ നിങ്ങൾ കഴിക്കുന്ന ഫുഡിലൂടെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആഹാരമൊക്കെ നന്നായിട്ട് കഴിക്കുക, ഇഷ്ടമുള്ള ആഹാരങ്ങൾ കഴിക്കുക, പച്ചക്കറികളും ഒക്കെ ഉൾപ്പെടുത്തുക, ഇലവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കാരണം ഒരുപാട് ഇൻഫെഷ്യസ് ആയിട്ടുള്ള ഡിസീസസ് പടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അസുഖങ്ങളും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ചിലർ സ്വസ്ഥമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടക്കുന്ന ആൾക്കാരുണ്ട്, കമഴ്ന്ന് കിടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ കമഴ്ന്ന് കിടക്കരുത്. കാരണം വയറ് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, കുഞ്ഞിൻ്റേതായിട്ടുള്ള രീതിയിൽ വയറിനുള്ളിൽ കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കമഴ്ന്ന് കിടക്കുകയാണെങ്കിൽ അത് കുഞ്ഞിനും അസ്വസ്ഥത ഉണ്ടാക്കും. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലർക്ക് കമഴ്ന്ന് കിടന്നാലേ ഉറക്കം വരൂ എന്നുണ്ടെങ്കിലും പക്ഷേ അകത്ത് കിടക്കുന്ന കുഞ്ഞിന് അത് നല്ലതായിരിക്കണം എന്നില്ല. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ കുഞ്ഞിൻ്റെ അനക്കമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മാസങ്ങളാണ്. അതായത് കുഞ്ഞിന് അനക്കം തോന്നിയില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോവേണ്ട അത്യാവശ്യമാണ്. അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുമല്ലോ എപ്പോഴൊക്കെയാണ് കുഞ്ഞിന് അനക്കം വരുന്നത് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. കാരണം കുഞ്ഞിൻ്റെ ഓരോ അനക്കങ്ങളും ഈ ടൈമിൽ നന്നായിട്ട് തന്നെ നമുക്ക് അമ്മയ്ക്ക് അറിയാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട 9ാം മാസത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ അടുത്തത് 10ാം മാസത്തിലോട്ട് കിടക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. നമ്മൾ 7 മാസം കഴിയുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് അലേർട്ടായിരിക്കണം. കാരണം പ്രഗ്നൻസി നമുക്ക് 7 മാസം 10 മാസം വരെ ഏത് ടൈമിൽ വേണമെങ്കിലും നടക്കാം. അതായത് കുഞ്ഞ് എപ്പോഴും വേണമെങ്കിലും നമുക്ക് ആ ടൈമിൽ വരാം. അതുകൊണ്ട് തന്നെ ചെറിയ വേദന പോലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ പറയാം. ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെ കാര്യങ്ങളും ഹോസ്പിറ്റലിൽ എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ട കാര്യങ്ങളും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക്